നമസ്കാരം. 1952 സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ റാം മനോഹർ ലോഹിയ കോട്ടയത്ത് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ് ജോസ് പ്രകാശ് എന്ന ബേബിച്ചന് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. ലോഹിയയ്ക്ക് പ്രസംഗിക്കാനുള്ള മൈക്ക് സെറ്റ് കൊണ്ടുവന്നത് ബേബിച്ചന്റെ സുഹൃത്തായ സി ജോസഫ് ആയിരുന്നു. സമ്മേളനം തുടങ്ങി 1-2 നേതാക്കൾ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടും ലോഹിയ എത്തിയില്ല. ജനം പിരിഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. പെട്ടെന്ന് സി ജോസഫിന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. അദ്ദേഹം തന്റെ സുഹൃത്തായ കുന്നേൽ ജോസഫിനെ വിളിച്ചൊരു പാട്ട് പാടിച്ചു. കോട്ടയം നഗരത്തിൽ തേയിലയുടെ ബിസിനസ് നടത്തുകയായിരുന്നു ജോസഫ് അന്ന്. സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം സ്റ്റേജിൽ കയറി പാട്ടുപാടി. സ്റ്റേജിൽ ഇരുന്ന തിക്കുറിശ്ശി സുകുമാരൻ നായർക്ക് പാട്ട് ഇഷ്ടമായി. അദ്ദേഹം പാട്ടുകാരന്റെ വിലാസം കുറിച്ചെടുത്തു. പിന്നീട് ശരിയോ തെറ്റോ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന സമയത്ത് തിക്കുറിശ്ശി ജോസഫിനെ വിളിപ്പിച്ചു. സിനിമയിലൊരു പാട്ട് പാടണം. വി ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീത സംവിധായകൻ. പാടുപെട്ട് പാടങ്ങളിൽ പണിയെടുക്കും പാവങ്ങൾക്ക് എന്ന പാട്ട് മനോഹരമായി പാടിക്കൊണ്ട് ബേബിച്ചൻ സിനിമയിലെത്തി. ആ ചിത്രത്തിൽ ചെറിയൊരു വേഷവും അഭിനയിച്ചു. തിക്കുറിശ്ശി അദ്ദേഹത്തിന് പുതിയൊരു പേരും നൽകി, ജോസ് പ്രകാശ്. 1961 ഭക്തകുചേല പുറത്തിറങ്ങിയതോടെ ജോസ് പ്രകാശ് ശ്രദ്ധിക്കപ്പെട്ടു. 1963 സ്നാപക യോഹന്നാൻ എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തു. 1968 പുറത്തിറങ്ങിയ ലവ് ഇൻ കേരള എന്ന ചിത്രത്തിലെ മൊട്ടത്തലയനായ സിൽവർ ഹെഡ് എന്ന കൊള്ളത്തലവന്റെ വേഷം അദ്ദേഹത്തെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ വില്ലനാക്കി. 1969 ഓളവും തീരവും, 1971 CID നസീർ എന്നീ ചിത്രങ്ങൾ കൂടി വന്നതോടെ ജോസ് പ്രകാശ് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നടനായി. ഇന്ത്യ വിഭജനകാലത്ത് മഹാത്മാഗാന്ധിക്ക് സുരക്ഷയൊരുക്കിയ 6 പട്ടാളക്കാരിൽ ഒരാളായിരുന്ന ജോസഫ് അങ്ങനെ മലയാള സിനിമയിലെ സ്റ്റൈലൈസ്ഡ് ആന്റി ഹീറോയായി. വില്ലൻ കാലഘട്ടം കഴിഞ്ഞും ശക്തമായ ക്യാരക്ടർ വേഷങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. കുടുംബത്തെ ഏറെ സ്നേഹിച്ച അദ്ദേഹത്തിന് സിനിമയിലും കുടുംബാംഗങ്ങളോടൊത്ത് യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നതും ഭാഗ്യം. അനുജൻ പ്രേംപ്രകാശിനൊപ്പം അഭിനയിക്കാനും സഹോദരിയുടെ മകനായ ഡെന്നീസ് ജോസഫ് എഴുതിയ സിനിമകളിൽ കഥാപാത്രമാകാനും ജോസ് പ്രകാശിന് സാധിച്ചു. ഡെന്നീസ് ജോസഫ് എഴുതിയ കോട്ടയം കുഞ്ഞച്ചൻ, ആകാശദൂത് തുടങ്ങിയ ചിത്രങ്ങളിലെ ആർദ്ര ഹൃദയനായ പുരോഹിതനെ മലയാളിക്ക് എങ്ങനെ മറക്കാനാകും? മകൻ രാജൻ ജോസഫ് നിർമ്മിച്ച 4 ചിത്രങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷമിട്ടു. 2012 മാർച്ച് 24 ജീവിതത്തിൽ നിന്നും അരങ്ങൊഴിയും മുൻപ് 350 മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തെ 2011 സംസ്ഥാന സർക്കാർ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് കലർന്ന ഡയലോഗുകൾ പറഞ്ഞ് നായകനെ വിറപ്പിച്ച അതേ വില്ലൻ ഏറ്റവും ഒടുവിൽ മലയാളത്തിന്റെ ന്യൂ ജനറേഷൻ തരംഗത്തിന് മുന്നിൽ നിന്ന് ഇംഗ്ലീഷ് കലർന്ന മറ്റൊരു ഡയലോഗ് കൂടി പറഞ്ഞു. റിമെമ്പർ സംതിങ്, നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസവും പോലെ ഈ ദിവസവും കടന്നുപോകും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാവും. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് ധൈര്യം പകരുന്ന ചരിത്രം. ട്രാഫിക് എന്ന ചിത്രത്തിൽ ജോസ് പ്രകാശിനു വേണ്ടി ഈ സംഭാഷണം കുറിച്ചത് പ്രേംപ്രകാശിന്റെ മക്കളായ ബോബിയും സഞ്ജയും ചേർന്നാണ്. അതും കാലം കരുതി വെച്ച മറ്റൊരു മഹാഭാഗ്യം. ജോസ് പ്രകാശിനെ കുറിച്ച് സംവിധായകൻ ജോഷി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കാത്തത്. അങ്ങനെയൊരു ഓർമ്മ സമ്മാനിച്ചയാളാണ് ജോസ് പ്രകാശ് എന്ന ബേബിച്ചായൻ. 1973 ക്രോസ് ബെൽറ്റ് മണിസാറിന്റെ കാബാലികയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ സിനിമയിലെത്തുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് സെറ്റിൽ തീരെ അവഗണനയും അവജ്ഞയുമാണ്. ഒരു ദിവസം ഷൂട്ടിങ്ങിനിടയിൽ ഞാൻ നടന്നു പോകുമ്പോൾ ദൂരെ ഒരു ആൽമര ചുവട്ടിൽ പള്ളിയിലച്ഛന്റെ ലോഹയൊക്കെയിട്ട് ഒരാൾ ഇരിക്കുന്നു. ജോസ് പ്രകാശ്. കണ്ടയുടൻ അദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിച്ചു. ചായ എടുത്തു കൊടുക്കാനോ മറ്റോ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ചെന്നപ്പോൾ പിടിച്ചടുത്തിരുത്തി. അന്നത്തെ കാലത്ത് അതൊന്നും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. പേരെന്താണെന്നും നാടെവിടെയാണെന്നും ഒക്കെ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് തോളിൽ കൈയിട്ടു പറഞ്ഞു, മോനെ, ഇതെല്ലാം നന്നായി കണ്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചു വളരണം. സ്വന്തം മകനോടെന്ന പോലെയായിരുന്നു ആ ഉപദേശം. സിനിമാ ജീവിതത്തിൽ എന്നെ അങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുള്ള വളരെ കുറച്ചാളുകളെയുള്ളൂ. അതിൽ ആദ്യത്തെയാളാണ് ബേബിച്ചായൻ. സംവിധായകനായതിനു ശേഷം എന്റെ ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹം പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു. തുടക്കകാലത്ത് ഞാൻ ചെയ്ത 1000 വസന്തങ്ങൾ എന്നൊരു സിനിമയുണ്ടായിരുന്നു. അതിൽ നായകനെന്ന് പറയാവുന്ന വേഷമായിരുന്നു അദ്ദേഹത്തിന്. നിർഭാഗ്യവശാൽ ആ ചിത്രം പുറത്തിറങ്ങിയില്ല. അവസാന കാലത്ത് തീരെ സുഖമില്ലാതിരുന്ന സമയത്തും ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അഭിനയിച്ച വേഷമാണ് പത്രത്തിലെ മാധവ്ജി എന്ന മാധവേട്ടൻ. നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അഭിനയ രീതിയും അക്കാലത്ത് പുതുമയായിരുന്നു. പട്ടാളത്തിലും മറ്റും ജോലി ചെയ്തിരുന്നത് കൊണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുമായിരുന്നു. എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച് പൈപ്പും കയ്യിൽ പിടിച്ച് അദ്ദേഹം വരുമ്പോൾ അതിൽ ആർക്കും ഒരു കൃത്രിമത്വം തോന്നിയിരുന്നില്ല. ജീവിതത്തിലും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. ഒരു കൃത്രിമത്വവുമില്ലാത്ത മനുഷ്യൻ.